വെൽക്കം ബാക്ക് ടു ചാനൽ സ്കിൽ ടു മറൈന. ജസിന്ത്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ചി ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും വീട്ടിൽ പോസ്റ്റ് ആയിരിക്കുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിലുൾപ്പെടെ എല്ലാവരുടെ വീട്ടിലും എല്ലാവരും അച്ഛനമ്മമാരും അനിയത്തിമാരും ചേട്ടന്മാരും എല്ലാവരും പോസ്റ്റാണ് വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു എളുപ്പ വഴിയിൽ നിങ്ങളുടെ റൂമുകളിലെ ബാത്റൂമിൻ്റെ ഡോറുകളും അതുപോലെ തന്നെ പൈപ്പും സിങ്കും അടുക്കളയിൽ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അടുക്കളയിലെ സിങ്കും പൈപ്പും കാര്യങ്ങളെല്ലാം എത്ര നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനും പോസ്റ്റ് ആയിരിക്കുകയാണ്, അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലിക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിന്ന് ചെയ്ത് നോക്കുകയാണ്, റിയലായിട്ട് നമ്മളിന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് വീഡിയോയിൽ വരുന്നുണ്ട്, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളതും വീഡിയോയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. റിസൾട്ട് തീർച്ചയായിട്ടും കാണും. പുതിയൊരു ബാത്റൂമിൻ്റെ ഇൻറ്റീരിയറിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ പുതുപുത്തനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ട്രിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലാണുള്ള ഞാൻ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത് ഫ്രണ്ട്സ്. സോ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തുള്ള ടാപ്പിൻ്റെ രൂപം. നല്ല അഴുക്ക് പിടിച്ച് കിടക്കുന്ന രൂപമാണ്. അതിൻ്റെ സോപ്പൊക്കെ തെറിച്ച് കൈ കഴിയുമ്പോൾ സോപ്പൊക്കെ തെറിച്ചിട്ട് നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ തുടർന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ഗണ്ണാണ്. ഇതുപോലുള്ളൊരു വലിയ സ്പ്രേ ഗൺ ആവശ്യമുണ്ട്. നമുക്ക് വീട്ടിൽ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ടൂത്ത് പേസ്റ്റ്, ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ നമ്പൂതിരിയുടെ ഒരു ടൂത്ത് പേസ്റ്റാണ്, ആയുർവേദിക് ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരെണ്ണം. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കൊക്കക്കോളയാണ്. ഒരു ടിന്നോ ഒരു ബോട്ടിൽ കൊക്കക്കോളയോ നിങ്ങൾ കരുതി വയ്ക്കുക. ഈ 3 സാധനങ്ങളാണ് നമുക്കിപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യം. സോ ഇതിൻ്റെ മിക്സപ്പ് നമുക്കൊന്ന് നോക്കി നോക്കാം ഇനി. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കൊക്കക്കോള നമ്മൾ ഈ സ്പ്രേ ഗണ്ണിലോട്ട് നമ്മൾ ഒഴിച്ചെടുക്കുക. ഒരു ടിന്നുള്ള കൊക്കക്കോള മൊത്തം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് കൊക്കക്കോളയിലോട്ട് നമ്മൾ പാസ് ചെയ്യുക. കൊക്കക്കോളയും ടൂത്ത് പേസ്റ്റുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ. കോൾഗേറ്റോ പേസ്റ്റോ ചേർത്തതിന് ശേഷം നമ്മുടെ ഈ സ്പ്രേ ഗൺ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ഫ്രണ്ടിലെ നോബ് ഓഫിലോട്ട് ആക്കിയിട്ട് ഫുള്ള് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഒരു രീതിയിൽ കോൾഗേറ്റും ഈ കൊക്കക്കോലയും രണ്ടും ഈ ബോട്ടം കോൾഗേറ്റ് നിങ്ങൾക്ക് കാണാം. സോ ബോട്ടത്തിൽ ഇത് കാണാത്ത രീതിയിൽ കോൾഗേറ്റിനെ ഫുള്ളായിട്ട് കൊക്കക്കോലിൽ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മിശ്രം റെഡി ആയിട്ടുണ്ട്. കൊക്കക്കോളയും ടൂത്ത് പേസ്റ്റും ആയിട്ടുള്ള മിശ്രം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ സൊല്യൂഷൻ നമ്മൾ ഈ ടാപ്പിൻ്റെ മേളിലോട്ട് നല്ല ഫുൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കോർണറും എല്ലാം, മുക്കും മൂലയും എല്ലായിടത്തും സ്പ്രേ ചെയ്യുക. എവിടെയൊക്കെയാണ് നമ്മുടെ അഴുക്കൊക്കെ ഇരിക്കുന്നത് അവിടെയൊക്കെ ഫുള്ള് ഹാൻഡിലിൻ്റെ ഇടയിലും എല്ലായിടത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മളതിനെ ഒന്നും ചെയ്യാതെ വിട്ടിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പേസ്റ്റും കൊക്കക്കോളയും എല്ലാ കോർണറും പോയിട്ട് റെസ്റ്റൊക്കെ ഉള്ളതൊക്കെ റിമൂവ് ആവും ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം നമ്മൾ സ്പ്രേ ചെയ്തതായ കൊക്കക്കോളയും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റും മിക്സ് ആയിട്ടുള്ള റിയാക്ഷൻ നടന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കുകളും പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കണ്ടോ, ഡ്രെയിൻ അടച്ച് ചെയ്യും, ഡ്രെയിനിൽ എല്ലാം കളക്ട് ചെയ്യാറുണ്ട്. ഇത് എങ്ങനെ വൃത്തിയായെന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് വ്യത്യാസം. നിങ്ങളെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വ്യത്യാസം. റൈറ്റ് സൈഡിൽ കാണുന്നത് നിങ്ങളുടെ പുതിയ ടാപ്പിലേക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കറ പിടിച്ച ടാപ്പും കൂടെ നിങ്ങൾക്ക് കാണാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊക്കക്കോളയും ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ടാപ്പും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിക്കണം എന്നൊരു അകത്തുനിന്ന് ഒരു ടെൻഡൻസി ഇല്ലേ? വീട്ടിൽ പെട്ടെന്ന് എടുത്തോ, പെട്ടെന്ന് പോയി പരീക്ഷിച്ചോ. റിസൾട്ട് പെട്ടെന്ന് കാണുന്നതിന് 30 മിനിറ്റ് നിങ്ങൾക്ക് റിസൾട്ട് വരും. റിസൾട്ട് വന്നില്ലെന്ന് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വന്നാലും കമൻറ്റ് ചെയ്തിരിക്കണം. സോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എനിക്ക് ഉപയോഗപ്പെടും. സോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So guys, here I am signing out. You're Jason from Skill to Marina. Thank you.